നടക്കുന്നത് റെക്കോർഡ് മദ്യവിൽപ്പനയാണ്. 2024 ഈ സാമ്പത്തിക വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 19,088.68 കോടിയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. മുൻവർഷത്തെ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. മുൻവർഷത്തേക്കാൾ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മദ്യവിൽപ്പനയിലെ നികുതി വഴി 16,000 കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ എത്തിയത്. ജയിച്ചിട്ടോ 2022-23 സാമ്പത്തിക വർഷം 18,510.98 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് കേരളത്തിൽ നടന്നത്. ഇതിൽ നിന്നാണ് കുടിച്ചു തീരാത്ത മലയാളി പുതിയ റെക്കോർഡുകൾ തീർക്കുന്നത്. നികുതി വരുമാനവും കുത്തനെ ഉയർന്നു. ഈ കടപ്പാടും നന്ദിയൊക്കെ ഇന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒന്നും ആവശ്യമില്ല. ഓണം, വിഷു, ക്രിസ്മസ്, ന്യൂ ഇയർ തുടങ്ങിയ ആഘോഷരാവുകളിലെല്ലാം ഹരം പകരാൻ മദ്യം തന്നെയാണ് പ്രധാനമായും ഒഴുകുന്നത്. വേണ്ട, അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ സംസ്ഥാനത്തെ 3.34 കോടി ജനങ്ങളിൽ 29.8 ലക്ഷം പുരുഷന്മാരും 3.1 ലക്ഷം സ്ത്രീകളും മദ്യം ഉപയോഗിക്കുന്നതായാണ് കണക്കുകൾ. ഇടക്കാലത്ത് ഒന്നിലധികം തവണ മദ്യത്തിന് വില കൂട്ടിയിട്ടും അതൊന്നും വിൽപ്പന കണക്കുകൾ വലിയ വ്യത്യാസം സൃഷ്ടിക്കുന്നില്ല. എനിക്ക് എന്റെ പിള്ളേരുണ്ട്. ഞാൻ പോകുന്നു. ബൈ ബൈ.